സത്യം പറഞ്ഞാൽ വടി കൊടുത്ത് അടി വാങ്ങുക എന്ന് കേട്ടിട്ടില്ലേ? അതാണിപ്പോൾ സഖാക്കളും സഖാക്കളെ പിന്താങ്ങുന്ന MLA-മാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഷാഫി കൊടുത്ത അടി അത് ചില്ലറയൊന്നുമല്ല. വയനാട് ദുരിതബാധിതർക്ക് വീട് നൽകാത്തതുമായി ബന്ധപ്പെട്ട് മുഴുവൻ കോൺഗ്രസുകാരെയും കുടഞ്ഞെറിയുന്ന മാധ്യമങ്ങളെയാണ് നമ്മൾ കണ്ടത്. ഒപ്പം തന്നെ കുറേ സഖാക്കന്മാരുമുണ്ട്, MLA-മാരുമുണ്ട്. ഇവിടെ സർക്കാരിന്റെ കഴിവുകേട് ഈ 3-3.5 കോടി വരുന്ന സകല മലയാളികളും അറിഞ്ഞു കഴിയുമ്പോൾ വോട്ട് ചോദിക്കാൻ പോലും സർക്കാരിന് ഒരു വീടും കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. കോവിഡ് കാലത്ത് കുറച്ച് അല്പം അരിയും പഞ്ചസാരയും എത്തിച്ചു കൊടുത്ത് സുഖിപ്പിച്ചതുപോലെ അല്ല കാര്യങ്ങൾ ഇപ്പോൾ. രോഗികൾ ആശുപത്രികൾ നിറയുമ്പോൾ മരുന്ന് എത്തിച്ചു കൊടുക്കണം, ഉപകരണങ്ങൾ എത്തിച്ചു കൊടുക്കണം. അവിടെയൊക്കെ സത്യപ്രതിജ്ഞയും കഴിഞ്ഞ് കൊടിവെച്ച കാറിൽ ഇരിക്കുമ്പോൾ തൊട്ടടുത്ത ആശുപത്രിയിൽ രോഗികൾ എങ്ങനെ കഴിയുന്നു എന്നേതെങ്കിലും ഒരു PR ഉദ്ഘാടനത്തിന് പോകുമ്പോൾ ഒന്ന് കയറി നോക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോഴേ സമയം വൈകി. അല്ലെങ്കിൽ രോഗികളും ഡോക്ടർമാരും ഇവരെയൊക്കെ പരിചരിക്കുന്ന ആശമാരും നടു റോട്ടിലേക്ക് ഇറങ്ങും. അവിടെയൊക്കെ മാങ്കൂട്ടമടങ്ങുന്ന യൂത്ത് കോൺഗ്രസുകാരും അവരെ വഴി പറഞ്ഞ് നടത്തിയിരുന്ന ഷാഫിയെ പോലുള്ളവരുമൊക്കെ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയെന്ന കഥ പറഞ്ഞ് കേരള രാഷ്ട്രീയത്തെ തിരിക്കാനാണ് സഖാക്കളെ ഇറക്കിയിരിക്കുന്നത്. പക്ഷെ ഈ സമയത്ത് മുന്നും പിന്നും നോക്കുന്നില്ല. KPCC-യുടെ മുഴുവൻ ഭാരവാഹികളും സടകുടഞ്ഞെണീക്കുകയാണ്. ഇവിടെ ഷാഫി പറമ്പിലും കത്തിക്കയറുന്ന കാഴ്ചയാണ് ഇന്നലെ കാണാൻ സാധിച്ചത്. അപേക്ഷ മുഖ്യമന്ത്രിക്കും കൊടുത്തിട്ടുണ്ട്. സർക്കാർ സ്ഥലം അനുവദിക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ അറിയാൻ സർക്കാർ എല്ലാ പൈസയും സർക്കാരിലേക്ക് മേടിച്ചു കൊടുക്കാനുള്ള തീരുമാനം എടുത്തത്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ, പിന്നെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ ജനങ്ങളിൽ നിന്ന് പിരിച്ച പണം സുതാര്യതയോടെ അവിടെ പറഞ്ഞ വാക്ക് പാലിക്കുന്ന തരത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ നടപടിയാണ് ഇപ്പൊ അല്ലേട്ടൻ പറഞ്ഞത്. ഇപ്പൊ യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകളും ഈ സ്ഥലം കണ്ടെത്തുന്ന മുറക്ക് ആ വീടുകളും തീർച്ചയായിട്ടും നിർമ്മിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ ആർക്കും ആശങ്ക വേണ്ട, അതിനകത്ത് സംശയമില്ല. മാത്രമല്ല അക്കൗണ്ടിനെ സംബന്ധിച്ച് ആരോട് സൂചിപ്പിച്ചു, അതിനുവേണ്ടി ശേഖരിച്ച രൂപയിൽ നിന്ന് ഒരു നയാ പൈസ പോലും മറ്റൊരാവശ്യത്തിനും എടുത്തിട്ടുമില്ല, ഇതുവരെ അതിൽ തൊട്ടിട്ടുമില്ല. സ്ഥലം എപ്പോൾ ലഭിക്കുന്നോ ആ പൈസ മുഴുവൻ ഈ കാര്യത്തിന് വേണ്ടി തന്നെ ഉപയോഗിക്കും എന്നുള്ളത് കൃത്യമായിട്ട് ഇന്നലെയും പറഞ്ഞതാണ്. ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് മാധ്യമങ്ങൾ കാണുന്നുമുണ്ട്. രേഖകൾ പ്രകാരം അതിന്റെ രേഖകളുടെ സഹായത്തോടെ ഇന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞതിന്റെ വ്യക്തത വരുന്നത് സർക്കാരുമായി സഹകരിച്ചല്ല, പ്രത്യേകിച്ച് ഭൂമി കണ്ടെത്തി അങ്ങനെയാണ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും കോൺഗ്രസിനകത്ത് വ്യക്തമായി പറഞ്ഞല്ലോ. കോൺഗ്രസ് അത് പിന്നെ എവിടെയാണ് അപേക്ഷ കൊടുത്തത്? സർക്കാരിന്റെ മനോഭാവത്തെ തുടങ്ങിയ സമയത്ത് അനുവദിക്കണമെന്ന് സർക്കാരിന്റെ മുമ്പിൽ ആവശ്യം. ഞങ്ങൾ കരുതിയിരുന്നത് വീടുകളിലെ സ്പോൺസറിന്റെ സ്ഥലത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഇപ്പൊ ഒന്നും വേണ്ട. ഞാൻ വെലങ്ങാട് MP എന്നുള്ള നിലയിൽ വീട് നിർമ്മിച്ചു കൊടുക്കും. അപ്പൊ അവിടെ ഒരു വീടിന്റെ നിർമ്മാണം തുടങ്ങി. അപ്പൊ അവിടെ ഒന്നും സ്ഥലത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്ത് സമയബന്ധിതമായിട്ട് ഞങ്ങൾക്ക് ആർക്കും വെലങ്ങാട് ഉൾപ്പെടെ കിട്ടിയിട്ടില്ല. എന്നിട്ട് ഇപ്പൊ ഞങ്ങൾ തന്നെ സ്ഥലം കണ്ടെത്തിയിട്ട് അവിടെ ഒരു വീടിന്റെ നിർമ്മാണം തുടങ്ങി. നമ്മൾ തറക്കല്ലിട്ടിട്ട് നമ്മൾ തന്നെ പൈസ കണ്ടെത്തിയിട്ട് ഒരു വീടിന്റെ നിർമ്മാണം തുടങ്ങുക. ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിക്കും. യോഗം വിളിച്ചതെല്ലാം സർക്കാരിലേക്ക് തരണം എന്ന് പറയാൻ വേണ്ടിയാണല്ലോ. അല്ല, യോഗത്തിന്റെ തീരുമാനം എന്താ, എല്ലാം ഞങ്ങൾക്ക് തരണം എന്ന് പറയാൻ വേണ്ടിയാണല്ലോ യോഗം വിളിക്കുന്നത്. ഈ ജനങ്ങൾ കൊടുത്ത 720 കോടി രൂപ സർക്കാർ കയ്യിൽ വെച്ചിട്ട് ഇന്നേ വരെ ഒരു വീടിന്റെ നിർമ്മാണ പ്രവർത്തനം സർക്കാർ എന്നാ തുടങ്ങിയത്? നിങ്ങൾ യൂത്ത് കോൺഗ്രസിനോട് ചോദിക്കുന്നുണ്ടല്ലോ, സർക്കാർ എന്നാ തുടങ്ങിയത്? മാത്രമല്ല സർക്കാർ സംവിധാനം മുഴുവൻ കയ്യിലുള്ള സർക്കാർ ഉദ്ദേശിക്കുന്ന ആദ്യം മുതലേ പൂർണ്ണമായി കോൺഗ്രസും UDF-ഉം ഈ ഒരു കാര്യത്തിൽ സഹകരിച്ചാണ്. പക്ഷെ ഓരോ ഘട്ടങ്ങളിലായിട്ട് മുഖ്യമന്ത്രി ഇത് മാറ്റി പറഞ്ഞുകൊണ്ടിരുന്നു. എത്ര രൂപയാണ് നൽകാൻ പോകുന്നത്, അതിനകത്ത് മാറ്റങ്ങൾ വന്നുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ അതിനകത്ത് ഏറ്റവും പ്രധാനമായി പറഞ്ഞത് അവരിൽ ലാൻഡ് കണ്ടെത്തും, ഞങ്ങൾ പണം അവിടെ കൊടുക്കുന്നു, അവർക്ക് ഇഷ്ടമുള്ള ഗവൺമെന്റിന് ഇഷ്ടമുള്ള ഏജൻസിക്ക് അവർ പണം കൊടുക്കുന്നു, ആ ഏജൻസി വർക്ക് നടത്തുക എന്നാണ് പറഞ്ഞിരുന്നത്. ആ രീതിയിലാണ് വന്നത്. അപ്പോൾ പണം മുഴുവൻ അവിടെ ഗവൺമെന്റിലേക്ക് അടക്കുക, ഗവൺമെന്റ് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുക എന്നുള്ള രീതി വന്നപ്പോഴാണ് UDF സ്വന്തമായി തന്നെ കൊടുക്കാൻ ഉദ്ദേശിച്ച വീട് എത്രയാണോ, മുസ്ലിം ലീഗ് ഇതിനകം തന്നെ മാതൃകാപരമായിട്ട് തന്നെ സ്ഥലം കണ്ടെത്തി അതിന്റെ പ്രവൃത്തി ആരംഭിച്ചു. ഞങ്ങളിപ്പോൾ സ്ഥലം കണ്ടെത്തി അതിന്റെ പ്രവൃത്തി ഉടൻ ആരംഭിക്കും. അത് ഗവൺമെന്റിന്റെ ഈ നിലപാടിനോട് നമുക്ക് വിയോജിപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രസിഡന്റ് പറയല്ലോ. എല്ലാവർക്കും അറിയുന്നതും യാഥാർത്ഥ്യമാണ്. ഷാഫി പറയുന്നതുകൊണ്ട് മാത്രമല്ല. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പത്രസമ്മേളനം നടത്താൻ പോലെ അതിന്റെ ബാങ്ക് അക്കൗണ്ട് രേഖകൾ ഒരു ക്രമക്കേടുമില്ല. ഞാനിപ്പോ യൂത്ത് കോൺഗ്രസ് ഭാരവാഹി അല്ലല്ലോ. അല്ല, ഞാൻ മറുപടി പറഞ്ഞല്ലോ. അല്ല, വലിയ ജിജ്ഞാസയ്ക്ക് പ്രത്യേകം നന്ദി. അതായത് കഴിഞ്ഞ മാസം ഈ മുഖ്യമന്ത്രിയുടെ പ്രതിവാര സംവാദ പരിപാടിയുണ്ട്. അതിൽ മുഖ്യമന്ത്രി മുസ്ലിം ലീഗിനെ കുറ്റപ്പെടുത്തി സംസാരിക്കേണ്ടത്. അതായത് അവർ സ്വന്തം നിലയിൽ സർക്കാർ ഈ പദ്ധതിയായി മുന്നോട്ട് പോകുമ്പോൾ മുസ്ലിം ലീഗ് സ്വന്തം നിലയിൽ വീടുകൾ വെച്ചു കൊടുക്കുന്നതിന് വിമർശിച്ചിരുന്നു. അപ്പൊ
ഇതുപോലെ കോൺഗ്രസും മുസ്ലിം ലീഗും ഉൾപ്പെടെ ഒരുപാട് ആളുകൾ വീട് വെച്ച് നൽകാൻ തയ്യാറായി. ഈ സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നൊരു ഒരു നിസ്സംഗ മനോഭാവമാണ് ഈ രീതിയിലേക്ക് എത്തിച്ചത്. വ്യക്തമല്ലേ നിങ്ങൾ വാക്കുന്നത് എന്താ? മുസ്ലിം ലീഗോട് സംഘടന സ്വയമേവ കാശ് വിരിച്ചോ, സ്വന്തമായിട്ട് കാശ് വിരിച്ച് അവർ വീട് വെച്ച് കൊടുക്കുന്നതിന് മുഖ്യമന്ത്രിക്ക് എന്താ കുഴപ്പം? അതിനെ അപ്രീഷിയേറ്റ് ചെയ്യും, അഭിനന്ദിക്കുക മുഖ്യമന്ത്രി ചെയ്യേണ്ടത്, അതിനെ വിമർശിക്കുകയല്ല ചെയ്യേണ്ടത്. ഏത് രക്ഷാപ്രവർത്തന? പയ്യന്നൂരിലെ രക്ഷാപ്രവർത്തനം. വയനാട് രക്ഷാപ്രവർത്തനം തുടങ്ങിയ കാലത്ത്, അതായത് ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മളൊന്നും ചെയ്യേണ്ടതില്ലെന്നും, കാരണം ആർക്ക് എന്താ ആവശ്യമുള്ളതിനനുസരിച്ച് ഗവൺമെന്റ് ഏജൻസികൾ വഴി, പ്രഖ്യാപിത ഏജൻസികൾ വഴി എത്തിക്കണമെന്നുള്ള നിലപാടുണ്ടായിരുന്നു. അത് കാശ് വിരിച്ചു കൊടുക്കുന്നവർക്ക് ആ കാശിന്റെ യൂട്ടിലൈസേഷനെ സംബന്ധിച്ച് കേരളത്തിലെ 2018-19 വെള്ളപ്പൊക്കത്തിലെ ദുരുപയോഗം സംബന്ധിച്ച ആശങ്കയും ദുരനുഭവം ഉള്ളവർക്ക് ഈ കാശിന്റെ പ്രോപ്പർ യൂട്ടിലൈസേഷൻ സംബന്ധിച്ച് ചില നിബന്ധനകളും ചില കാഴ്ചപ്പാടുകളും നിലപാടുകളുണ്ട്. അതായത് ഗവൺമെന്റ് വകമാറ്റി ചെലവാക്കുന്നു എന്നാണോ ആരോപണം? നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞത്? ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ പറഞ്ഞു, നിങ്ങളെ കൊണ്ട് പറയിച്ചു. ദാറ്റ്സ് ഓൾ. ജനങ്ങള് അതാണ് അനുഭവം, ആരോപണമല്ല. ദാറ്റ്സ് ദ റിയാലിറ്റി.